ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരുപാട് കല്യാണമുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ആ കല്യാണം ഒന്ന് ഉണ്ടിട്ട് വരാം. ഉണ്ടിട്ടല്ല, കണ്ടിട്ട് വരാം. അതാണല്ലോ കറക്റ്റ്. ആദ്യം ഞാനും ഉണ്ണിയും വന്നതിന് ശേഷമാണ് പിന്നെ ഷമീർക്ക് അമ്മേനെ കൊണ്ടാക്കിയത്. ഗൈസ്, അഡ്വഞ്ചറാണ്. ആ കുഴി കൂടെ ചാടി വേണം പോകണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അതിലേ അല്ല പോകേണ്ടത്. ഇതിലെ കൂടെ മാപ്പുണ്ട്. ഇതിലേ ഒരു ചെറിയ വഴിയാണ്. നമുക്കതിലേ ഭാഗ്യം എന്ന് പറയാലോ, ചെന്നടന്ന് ഞങ്ങൾക്ക് സൂപ്പർ ഫാസ്റ്റ് അങ്ങ് കിട്ടി. പിന്നീട് എനിക്കതങ്ങ് മാറി കിട്ടി. ഇത്രയും സ്പീഡ് കുറഞ്ഞ സൂപ്പർ ഫാസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് എനിക്ക് തന്നെ ഡൗട്ട് തോന്നി, ഞാൻ ഓർഡിനറി വല്ലതും ആണോ കയറിയത്. പിന്നെ ഞാൻ തന്നെ വിചാരിച്ച് ഓർഡിനറിക്ക് ഇതിന് സ്പീഡ് കാണും. പിന്നെ എനിക്കാണെങ്കിൽ ഇതിന് ഇറങ്ങി നടക്കാനാണ് തോന്നിയത്. കാരണം അമ്മാതിരി സ്ലോ ആയിരുന്നു. പറയക്കിടന്ന വണ്ടിയൊക്കെ കിടന്ന് കീ അടിക്കുമായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് യാത്രക്കാരോട് എനിക്കൊരു സഹതാപം തോന്നുന്നു. അവിടെ നിന്ന് തുഴഞ്ഞു കഴിഞ്ഞ് ഓട്ടോ കയറി വന്നപ്പോൾ ദാ അടക്കുന്നു ബ്ലോക്ക്. പിന്നെ എങ്ങനെയൊക്കെയോ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിട്ടുപോയ കാര്യം എന്തെന്ന് വെച്ചാൽ, അമ്മയുടെയും വല്യമ്മച്ചിയുടെയും ഡിയറസ്റ്റ് ഫ്രണ്ട് സിനിമോൾ ആൻറ്റിയുടെ മോളുടെ കല്യാണമാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും അമ്മയുടെയും ഫ്രണ്ട്സ് എല്ലാവരും കൂടി അങ്ങ് വന്നു. പിന്നെ നേരെ ഞങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് പോയി. വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് മോരും ഉണ്ടായിരുന്നു, നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ മോരും വെള്ളമായിരുന്നു കുടിച്ചത്. അമ്മയും ഫ്രണ്ട്സൊക്കെ നാരങ്ങ വെള്ളമായിരുന്നു കുടിച്ചത്. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മണ്ഡപത്തിലോട്ട് കയറി. അപ്പോഴത്തേക്ക് അമ്മ ചേച്ചിയും വന്നു. അങ്ങനെ ഞങ്ങൾ വന്നുടനെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. വരുമ്പോൾ തന്നെ ഞങ്ങൾ സംസാരമായിരിക്കും, അതാണ് ഞങ്ങളുടെ മെയിൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കനും വന്നു, പെണ്ണും വന്നു. എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഈവൻ്റ് ആയിരുന്നു. പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം അമ്മയുടെ വലുമച്ചിയുടെ ഫ്രണ്ട്സാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചു കേട്ടോ. ഇതിലല്ല, അതിലൊരു വഴി, അവിടെ വഴിയില്ല. അമ്മയെ കാണിക്കേ ഗൈസ്. കല്യാണം കാണാനുള്ള വെപ്രാളത്തിൽ വല്യമ്മ ഹെൽമെറ്റ് എടുത്തോണ്ട് വരുന്നത്. ഇനിയിപ്പോ ഞങ്ങളിത് കൊണ്ടുവെക്കണം. ഞാനും വരുന്നു. അമ്മയുടെ ഫ്രണ്ട്സിനെ കണ്ട് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കാണ് ഉണ്ണിയുടെ ഫ്രണ്ട്സിനെ കണ്ടത്. 2 അച്ഛന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം അമ്മയുടെ ഫ്രണ്ട്സുമായിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ചാൽ തള്ളു കൊണ്ട് ഊണ് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ തള്ളു കൊള്ളാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എനിക്ക് 2 പപ്പടം ഉണ്ട്. എനിക്കൊരു പപ്പടം. എല്ലാം മുറിഞ്ഞു പോയി കേട്ടോ. എന്നാലും എനിക്ക് ആ പപ്പടം. ഞാരിച്ചിൻ്റെ അകത്തെല്ലാം ഉണ്ടെന്നു. ഇതിൻ്റെ അകത്തൊരാളുണ്ട്. നമുക്കതിൽ നിന്ന് പുലിഞ്ഞൊക്കെ വേണം കണ്ണു. കിണറ്റിലവിടുന്ന് ഇറങ്ങാൻ വേഗം തോന്നുന്നു. കഷ്ടം. ആ മാമൻ പെട്ടുപോയതത്. എന്നെ ഒന്ന് ഇറക്കി വിടുവോ? ആരെങ്കിലും ഒന്ന് കഴിയോ? കഷ്ടം. കണ്ടുമുട്ടി അമ്മയും. ഞങ്ങൾ എണീക്കുകയാണ്. ഇവിടെ ആൾക്കാർ പോയിട്ട് ഒരു ഞങ്ങൾ ഇരിക്കുന്നില്ല. എല്ലാരും പോയി. രണ്ടുപേരും അങ്ങനെ കണ്ടുമുട്ടിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. കഴിച്ചോണ്ടിരിക്കാൻ നേരത്ത് ഞങ്ങളില്ലാതെ ഇത് രണ്ടും കൂടെ പോയി കഴിച്ചു. അതെ, പക്ഷെ ഞങ്ങളും പോയി കഴിച്ചു. ഇനി നമുക്ക് വലിയവരുടെ വർത്തമാനത്തിൽ കൂടെ ഹായ് പറ. ശരിക്കും എന്നിട്ട് പറയണ നല്ല പിള്ളേരാന്നൊക്കെ പറ.
ചിറ്റമ്മയുടെ അമ്മയുടെയും ഫ്രണ്ട്സാണ്. എൻ്റെ മമ്മി ഇതായിരിക്കുന്നു. ഇത് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇതെല്ലാം ബെസ്റ്റ് ഫ്രണ്ടാണ്. ചിറ്റമ്മ എല്ലാം കിട്ടും. നമ്മുടെ കാറെടു ഇവിടെ എന്തോ വിഷമം നോക്കട്ടെ. എന്തോ ഒരു വിഷമം. എന്തൊരു വിഷമം. അങ്ങനെ എല്ലാവരും ഞങ്ങൾ പരിചയപ്പെട്ട് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് വയ്യ. നിന്ന് ഫോട്ടോ എടുപ്പ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇവരിവിടെ കൂടി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഫ്രണ്ടിൻ്റെ മോളുടെ ഇനി ഒരു ഫ്രണ്ടുണ്ട്, ആ മോളുടെ കല്യാണമാണ് പിറ്റേ ദിവസം. അപ്പോൾ അതിന് പോകാൻ വേണ്ടി വണ്ടി കാത്തിരിക്കുക. ഇവർ വണ്ടി വിളിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത വണ്ടിയിൽ ഇവരിനി അങ്ങോട്ട് പോകും. കല്യാണം അമുച്ചിട്ടൊക്കെ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് പിന്നെ ഇങ്ങനെ നേരെ അമുച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ നിന്നപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വൈകുന്നേരമാണ് തിരിച്ചു വന്നത്. അങ്ങനെ തന്നെ ബസ് സ്റ്റോപ്പിൽ ഞാൻ ബസ് കയറി തിരിച്ച് അമ്മയുടെ വീട്ടിലോട്ട് പോയിട്ടോ. വിചാരിക്കും ഞാൻ ഏത് കാട്ടിലാണ് പോണേ. അമ്മയുടെ വീട്ടിലോട്ട് പോകുന്നു. ഇതിൻ്റെ അങ്ങേ അറ്റത്ത് വേണം പോകാൻ. കുറച്ച് നടന്ന് പോകാം. അത് കണ്ടോ, അവിടെ മീൻ വളർത്തുന്നതാണ്. കണ്ട അതിൻ്റെ ഉള്ളിൽ മീനിട്ട് ഇവിടെ ഒരു ചങ്ങാടം കണ്ട. ഈ ചങ്ങാടത്തിൽ അവിടെ പോയി മീനിന് ഫുഡൊക്കെ കൊടുക്കും. ഞാൻ പോയിട്ടുണ്ട്. അതിൽ ഇത്തിരി ടെൻഷൻ അടിക്കുന്ന കാര്യമാണ്, എന്നാലും നല്ല രസമാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞങ്ങൾ ഇവിടെ വള്ളം ഉണ്ടായിരുന്നു. ഇവിടുന്ന് വള്ളം ഞങ്ങൾ അപ്പൂപ്പനും ഞങ്ങളെല്ലാവരും കൂടെ വള്ളത്തിൽ കയറി വിറക് വറക്കിക്കൊണ്ടൊരു അപ്പുറത്തുനിന്ന്. അതൊക്കെ ഓർമ്മ. ഇതിനകത്ത് ഞാൻ എന്നെ കൊണ്ട് നടത്തിച്ചിട്ട് ഇതിനകത്ത് വന്ന് ഓട്ടക്കകത്ത് വന്ന് ഇറങ്ങി പാപ്പൊക്കെ മേടിച്ച് എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ അമ്മമ്മ, അമ്മയുടെ അമ്മയാണ്. ഇവിടെ വന്നാൽ ഞങ്ങൾ ലൗഡ് സ്പീക്കറാണ്. അപ്പുറത്തുള്ളവരൊക്കെ അറിയും ഞാൻ വീട്ടിൽ വന്നത്. കാരണം അമ്മമ്മയ്ക്ക് തിരിച്ച് കേൾവിക്കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉറക്കെ സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറേ പരിഭവങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരിക്കും. എന്തുണ്ട് വിശേഷം? ഒരു കെട്ട് സോപ്പ് സമ്മാനമായി കിട്ടിയിരിക്കുന്നു ഗൈസ്. പിന്നെ അനിയത്തിമാരുടെ മാലയൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ നോക്കിയിട്ട് പിന്നെ ഞാൻ നേരെ അടുത്ത കല്യാണത്തിന് പോയി കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നു. ഇപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഗൈസ്, ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.